നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് മസാല എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ പ്രോൺസ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. പ്രോൺസ് വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ മുതുകിനുള്ള ഒരു ഞരമ്പുണ്ട്, അതെടുത്ത് കളയണം. അല്ലെങ്കിൽ നമുക്ക് വയറിന് ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഒരു 3 സവാള കൊത്തി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, അത് ഫ്രീസറിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഒരു വലിയ പച്ചമുളക് അരിഞ്ഞത്, 6 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്. മസാലകൾ: 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരുംജീരകം. ലാസ്റ്റിൽ അല്പം ഗരം മസാലയും കൂടെ ചേർക്കണം. സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ബ്രൗൺ കളറാകുന്നിടം വരെ വഴറ്റുക. ഉള്ളി പകുതി വഴണ്ട് കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് വഴറ്റേണ്ടതാണ്. സവാളയെല്ലാം വഴണ്ടതിന് ശേഷം തക്കാളി ചേർക്കണം. തക്കാളി നല്ല ഉണക്ക് വഴണ്ട് പേസ്റ്റ് പോലെ ആകണം. അതിനുശേഷം മസാലകൾ ചേർക്കാം. ടൊമാറ്റോ ഒക്കെ നല്ല രീതിയിൽ വഴണ്ടു. ഇനിയും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലകൾ ചേർക്കാം. നമ്മൾ ചേർത്ത മസാലകളെല്ലാം നല്ല റോസ്റ്റ് ആയതിനു ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർക്കാം. പ്രോൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പെട്ടെന്ന് വേകുന്ന ഒരു സാധനമാണ്. ഓവർ കുക്കായി പോയി കഴിഞ്ഞാൽ റബ്ബർ പോലാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോൺസ് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണേ. കുറച്ച് വെള്ളം ആവശ്യത്തിന്, അധികമാകരുത്. ഇപ്പം കണ്ടല്ലോ, കറക്റ്റായിട്ട് കണ്ടില്ലേ? നല്ല ഉപ്പ് എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. അല്പം ഗരം മസാല ഇട്ടു. അല്പം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ച്, ജസ്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി. ഇനി ലാസ്റ്റിൽ നമ്മളിത് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇത് ഏകദേശം ഓൾമോസ്റ്റ് ഇപ്പോൾ വെന്തിട്ടുണ്ട്, ഈ തേങ്ങാപ്പാലും കൂടെ ചേർത്താണ് നമ്മൾ ഓഫ് ചെയ്യുന്നത്. ഇത് തേങ്ങാപ്പാൽ ചേർക്കുന്നത് ഈ മസാലയ്ക്ക് കുറച്ച് റിച്ചായ ഒരു ടേസ്റ്റ് കിട്ടാനും അത് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. അത് ചേർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വെന്ത് കഴിഞ്ഞു. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രോൺസ് നമ്മളിങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴേ അതധികം വെന്ത് പോയി കഴിഞ്ഞാൽ റബ്ബറിൻ്റെ തുല്യമാവും, റബ്ബർ പോലാവും. അത് പിന്നെ അതിനൊരു ടേസ്റ്റ് കാണത്തില്ല. നമ്മൾ തേങ്ങാപ്പാലും കൂടെ ചേർക്കുകയാണ്. അങ്ങനെ പ്രോൺസ് മസാല ഫൈനൽ സ്റ്റേജിലായി. നല്ല ലുക്കല്ലേ? ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ് പ്രോൺസ് മസാല. ലാസ്റ്റിൽ തേങ്ങാപ്പാൽ അല്പം ഒഴിക്കാൻ മറന്നു പോകരുത്. അതൊക്കെ ഈ കറിക്ക് കൂടുതലും ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പം പ്രോൺസിനൊക്കെ വിലക്കുറവുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ചുണ്ടാക്കി നോക്കുക. വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.